നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മലയാളികളുടെ പ്രിയങ്കരിയായി മാറിയ നടിയാണ് ഐശ്വര്യ ലക്ഷ്മി. ഇതിനോടകം തന്നെ നിരവധി ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ ഐശ്വര്യ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഐശ്വര്യ ലക്ഷ്മി എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം മലയാളികളുടെ മനസ്സിലേക്ക് വരുന്ന ചിത്രം മായാനദിയായിരിക്കും. അത്രമാത്രം ഗംഭീരമായ പ്രകടനമായിരുന്നു ഐശ്വര്യ ഈ ചിത്രത്തിൽ കാഴ്ചവെച്ചത്. നിവിൻ പോളി നായകനായി എത്തിയ ചിത്രമാണ് ഞണ്ടുകളുടെ നാട്ടിൽ ഒരിടവേള. ഈ ചിത്രത്തിലൂടെയാണ് ഐശ്വര്യ ബിഗ് സ്ക്രീനിൽ അരങ്ങേറ്റം കുറിച്ചത്. ഐശ്വര്യയുടെ സിനിമാ കരിയറിലെ രണ്ടാമത്തെ ചിത്രമായിരുന്നു ടോവിനോ നായകനായി എത്തിയ മായാനദി. ഈ ചിത്രത്തിലെ പ്രകടനം ഐശ്വര്യയുടെ കരിയർ മാറ്റിമറിച്ചു. അപർണ രവി എന്ന കഥാപാത്രത്തെയാണ് മായാനദിയിൽ ഐശ്വര്യ ലക്ഷ്മി അവതരിപ്പിച്ചത്. പിന്നീട് മലയാളത്തിലും മറ്റു തെന്നിന്ത്യൻ ഭാഷകളിലുമായി നിരവധി അവസരങ്ങൾ ഐശ്വര്യയെ തേടിയെത്തി. മോഡലിംഗ് രംഗത്ത് നിന്നാണ് ഐശ്വര്യ സിനിമയിലെത്തുന്നത്. മലയാളത്തിന് പുറമെ തമിഴിലും തെലുങ്കിലുമെല്ലാം നിരവധി ചിത്രങ്ങളിൽ ഐശ്വര്യ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ചു കഴിഞ്ഞു. ഇന്ന് തെന്നിന്ത്യയിലെ തന്നെ തിരക്കേറിയ നടിമാരിൽ ഒരാളാണ് ഐശ്വര്യ ലക്ഷ്മി. സോഷ്യൽ മീഡിയയിലും ഏറെ സജീവമായ ഐശ്വര്യ പങ്കുവയ്ക്കാറുള്ള ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം അതിവേഗം വൈറലാകാറുണ്ട്. പക്ഷേ പുറമേ നിന്ന് കാണുന്നത് പോലെ ആവണം എന്നില്ല ഒരു സെലിബ്രിറ്റിയുടെ ലൈഫ് എന്ന് പറയുന്നത്. ലൈം ലൈറ്റിൽ കാണുന്നത് പോലെ എന്നും നിറങ്ങളും ലൈറ്റുമുള്ള ജീവിതവുമായിരിക്കില്ല. ഇപ്പോഴിതാ തൻ്റെ ജീവിതത്തിലെ ചില അനുഭവങ്ങൾ ചിത്രങ്ങളിലൂടെ പങ്കുവയ്ക്കുകയാണ് ഐശ്വര്യ. 2024 ഇത് 9ാമത്തെ മാസത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. ഈ ഒരു വർഷം 9 മാസത്തിനിടയിൽ താൻ കടന്നുപോയ ചില അവസ്ഥകളെക്കുറിച്ചാണ് ഐശ്വര്യയുടെ ഏറ്റവും പുതിയ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ്. ഈ വർഷം എന്നിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ എന്ന് പറഞ്ഞാണ് ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. വിഷമത്തോടെ കരഞ്ഞിരിക്കുന്നതും ആശുപത്രിയിൽ കഴിയേണ്ടി വന്നതും കുറേയേറെ വിദേശ യാത്രകളും ഷൂട്ടിംഗ് ലൊക്കേഷനിലെ ചില നല്ല ഓർമ്മകളും സെൽഫികളും എല്ലാം ഐശ്വര്യ പങ്കുവച്ച ചിത്രങ്ങളിലുണ്ട്. നായികമാരുടെ നിറങ്ങളില്ലാത്ത മറ്റൊരു ലോകത്തെ നടിയുടെ ഫോട്ടോകളിൽ കാണാം. എന്നാൽ അത് എന്തൊക്കെയാണെന്നും ഏതൊക്കെയാണെന്നൊന്നും നടി വിശദീകരിക്കുന്നില്ല. നീ കരുത്തയാണ്, ധൈര്യശാലിയാണ്, നീ ഇനിയും മുന്നോട്ട് വരണം എന്നൊക്കെ പറഞ്ഞ് ഐശ്വര്യ ലക്ഷ്മിക്ക് നിരവധി കമന്റുകളാണ് വരുന്നത്. കല്യാണി പണിക്കർ, അനു ജോസഫ്, വീണ നായർ, സംഗീത ജയചന്ദ്രൻ തുടങ്ങിയവരും കമന്റ് ബോക്സിലുണ്ട്. 2017 ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള എന്ന ചിത്രത്തിൽ നിവിൻ പോളിയുടെ നായികയായി അഭിനയരംഗെ കുറിച്ച താരം തന്നെയാണ് ഐശ്വര്യ. എന്നാൽ വലിയൊരു കരിയർ ബ്രേക്ക് നൽകിയത് ആഷിക് കപൂറിന്റെ മായാനദി എന്ന ചിത്രം തന്നെയായിരുന്നു. പിന്നീട് വരത്തൻ, വിജയ് സൂപ്പർ പൗർണമിയും കാണെ കാണെ പോലുള്ള നിരവധി സിനിമകൾ ചെയ്തു. അതിനിടയിൽ തെലുങ്കിലും തമിഴിലും എല്ലാം ഐശ്വര്യ തന്റെ കഴിവ് തെളിയിച്ചു. പാൻ ഇന്ത്യ തലത്തിൽ ഐശ്വര്യ ലക്ഷ്മി ശ്രദ്ധ നേടിയത് പൊന്നിനിയൻ സെൽവൻ എന്ന മണിരത്നം ചിത്രത്തിലൂടെയാണ്. ഇന്ന് സൗത്ത് ഇന്ത്യൻ സിനിമയിലെ പൂങ്കുഴലിയായി നടി തമിഴിലും മലയാളത്തിലും ഒരുപിടി നല്ല സിനിമകളിലുമായി തിരക്കിലുമാണ്. You're watching me on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.